ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ദുബായിൽ ഒരു ഔട്ടിങ്ങിനായിട്ട് പോവാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗ്രാൻഡ് സൂക്കും അതേപോലെ അബ്ര ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ മെട്രോയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മെട്രോയിൽ മാത്രമല്ല, ബസ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് 2 മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഒന്നിനെ നിങ്ങൾക്ക് ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം, അല്ലെങ്കിൽ അൽ റാസ് മെട്രോ സ്റ്റേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാം. ഞാൻ വന്നത് ഗോൾഡ് സൂക്ക് ത്രൂ ആണ്. അതുകൊണ്ട് ഗോൾഡ് സൂക്കിൽ ഇറങ്ങി ആ ജ്വല്ലറികളും അതേപോലെ ആ സൂക്കൊക്കെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്. മെട്രോനേക്കാളും ബസ്സാണ് കൂടുതൽ നല്ലത്. ബസ്സിന് വരികയാണെങ്കിൽ ഈ അബ്ര ബോട്ടിങ്ങിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ ഇറങ്ങാം. ദുബായിലെ വാട്ടർ ടാക്സി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ബോട്ടിംഗ് സർവീസ് ഒക്കെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു റിവർ നമ്മൾ ക്രോസ് ചെയ്യണ ആ ഒരു ട്രിപ്പാണ് അബ്രയുടെ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ മുന്നേ കൂട്ടിന്ന് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. ആ ബോട്ടിൽ കയറിയതിനു ശേഷം മാത്രം ഡയറക്റ്റ് ക്യാഷ് കൊടുത്താൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് മുറിഞ്ഞെടുക്കാനുള്ള ഈ ഒരു ട്രിപ്പിന് 1 ദിർഹമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ 1 ദിർഹത്തിന്റെ ബോട്ടിംഗ് റൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു എൻജോയ്മെന്റ് ആണ് ഈ ബോട്ടിംഗ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഒരുപാട് റഷ് അനുഭവപ്പെടുന്നുണ്ട്. ഈ കാണുന്ന ചെട്ടിയിലാണ് നമ്മുടെ ബോട്ടുകളൊക്കെ വരണത്. കണ്ട, ഈ കാണുന്ന ബോട്ടാണ് നമ്മൾ പോകാൻ പോണ ബോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബോട്ട് തന്നെയാണ്. ഇപ്പോൾ വന്നിരുന്ന ബോട്ട് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബോട്ടിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ക്യൂവില്. അങ്ങനെ ഞങ്ങളുടെ സമയം വന്നെത്തി, നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ബോട്ടിലേക്കാണ് കയറാം. ഈ ബോട്ട് ഫുള്ളായിട്ട് വുഡ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 സൈഡിലേക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണം. പിന്നെ നമ്മൾ അപ്പുറത്തേക്കും കൈവരിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നോക്കി കണ്ട വേണം ഇരിക്കാനായിട്ട്. പെട്ടെന്ന് വലിയ കുലുക്കും കാര്യങ്ങളൊന്നും വരില്ല. എന്നാലും ഒരു സേഫ്റ്റി കുറവാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. അപ്പോൾ നോക്കി കണ്ട് ഇരിക്കുക. ബോട്ടിൽ ആളുകളൊക്കെ ഫുള്ളായാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഏകദേശം ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റഷ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മുടെ ബോട്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഒരു ബോട്ട് ഈ ജെട്ടി വിടുമ്പോഴേക്കും അടുത്ത ബോട്ട് വന്നു കഴിഞ്ഞു. അത്രയധികം ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ദുബായിലുള്ള ആളുകളും അതുപോലെ വിസിറ്റിന് വന്ന ആളുകളൊക്കെ ഈ 1 ദിർഹത്തിന്റെ ഈ അടിപൊളി ബോട്ടിംഗ് ട്രിപ്പ് ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. എന്തായാലും വർത്തായിരിക്കും. ഇവർക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. പക്ഷേ കുറച്ച് ദൂരം കിട്ടാനാണ് അവർ കുറച്ചും കൂടി ലെങ്ത്തിൽ പോയിട്ട് ക്രോസ് ചെയ്യുന്നത്. പിന്നെ പോണ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേപോലെ തന്നെ ഒരുപാട് ബോട്ടുകൾ ഈ ഒരു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള വേറെ ബോട്ടുകളൊന്നും കാണാനില്ല. മെയിനായിട്ട് ഈ ഒരു ബോട്ട് തന്നെയാണ് ഈ ഒരു അബ്ര സർവീസ് നടത്തുന്നത്. ഈ ബോട്ടിന്റെ ഡയറക്ഷനൊക്കെ മാറ്റണ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലിരുന്നുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ബോട്ട് ഏകദേശം മറുകര എത്തി. ഏകദേശം ഇത്ര ഉള്ളെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് ഈ ബോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു 3-4 മിനിറ്റ് ഈ ഒരു റൈഡിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ ഒരു സൈഡിലാണ് ഗ്രാൻഡ് സൂക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ബോട്ട് ഇറങ്ങി ആ ജെട്ടിയുടെ ഒന്ന് ഫ്രണ്ടിലേക്ക് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് ഈ ഗ്രാൻഡ് സൂക്കിന്റെ എൻട്രൻസ് കാണാം. ഈ ഗ്രാൻഡ് സൂക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഗോൾഡ് സൂക്ക് കാണുന്ന ആ ഒരു ഫീലിനാണ് കിട്ടുന്നത്. ഇതിന് മുകളിലായിട്ടുള്ള റാന്തലുകൾക്കും കാര്യങ്ങളൊക്കെ ഗോൾഡ് സൂക്കിലെ പോലെ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രാൻഡ് സൂക്കിലേക്ക് കയറുമ്പോൾ നമ്മൾ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ് കാണുന്നത്. അതുകൂടാണ്ട് ആന്റിക് ആയിട്ടുള്ള ഐറ്റംസും ഫാൻസി ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ കുറേ ഗാർമെന്റ്സ് ഷോപ്പുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഒരുപാട് നമ്മൾ സ്പൈസസിന്റെ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി തന്നെ ചെക്ക് ചെയ്ത് വേണം എടുക്കാനായിട്ട്. പിന്നെ ഈ കാണുന്ന 1-2 ഷോപ്പുകളൊക്കെ ഇതിന്റെ റേറ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ആന്റിക് ആയതുകൊണ്ട് തന്നെ തീ പിടിച്ച വിലയാണ് ഇവർ ഇതിനു വേണ്ടി ചാർജ് ചെയ്യുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ വിലയൊന്നും കുറയ്ക്കാനായിട്ട് അവർ തയ്യാറല്ല. അതുപോലെ പഴയകാല ഡിസൈൻസ് ഉള്ള ഒരുപാട് പാത്രങ്ങളുടെ കളക്ഷനൊക്കെ ഇവിടെ കാണാം. അതേപോലെ ഈ ഡ്രസ്സ് വിൽക്കുന്ന ചില ഷോപ്പുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പേശൊക്കെ വാങ്ങാനായിട്ട് പറ്റും. അതുപോലെ ചില ഹാൻഡ് ബാഗുകളുടെ കളക്ഷനൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ള കുറേ ബാഗ്സ് ഒക്കെ കാണാം. അതുപോലെ ഈ ഒരു ഷോപ്പിൽ ക്യാമലിന്റെ മിൽക്ക് സോപ്പും അതുപോലെ ക്യാമലിന്റെ മിൽക്ക് കൊണ്ടുള്ള ചോക്ലേറ്റ് ഒക്കെ കാണാം. പിന്നെ ഇവിടെ വിൽക്കുന്ന ഡ്രസ് ഐറ്റംസ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അത് ഇവിടെ നിന്ന് മേടിക്കാം. പിന്നെ പഴയകാല ഡിസൈൻസ് ഒക്കെ വിളിച്ചു തോന്നുന്ന രീതിയിലുള്ള അടിപൊളി ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കാണാം. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുതിയ വീട് വെക്കുന്ന ആളുകൾക്കും അതുപോലെ നിലവിലുള്ള വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ലൈറ്റ് സെലക്ട് ചെയ്യാം. അടിപൊളി ഒരു ചോയ്സ് തന്നെ ആയിരിക്കും. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ഇവിടെ ഫ്രഷ് ആയിട്ട് കരിമ്പ് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഷോപ്പും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയകാല മണി എക്സ്ചേഞ്ച് കാണാം. അവിടെ പഴയകാല ഒരുപാട് നോട്ട്സ് ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഈ പഴയ നോട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിലെ പല നോട്ടുകളും ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള നോട്ടുകളാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വീണ്ടും നമ്മൾ ഈ ഫാൻസി ഷോപ്പുകളാണ് കൂടുതൽ കാണുന്നത്. അതുപോലെ ചെരുപ്പിന്റെ ഷോപ്പുകൾ കാണുന്നുണ്ട്. ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളല്ല, കൂടുതലും കോലാപുരി ആയിട്ടുള്ള പഴയകാല ചെരുപ്പുകളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. പഴയകാല രാജാക്കന്മാരുടെ ചെരുപ്പിന്റെ മോഡലുകളാണ് ഒരു ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും വളരെ ചെറിയ സൈസിലുള്ള ചെരുപ്പുകൾ വരെയുണ്ട്. ഈ ഒരു ഫാൻസി ഷോപ്പിന്റെ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു ഐറ്റം കണ്ടത്. മറ്റൊന്നല്ല, അത് മുള്ളമ്പന്നിയുടെ മുള്ളുകളാണ്.
നമ്മുടെ വീടുകളിലേക്ക് വേണ്ട വെറൈറ്റി ആയിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ എന്തായാലും ഇവിടെ തന്നെ കിട്ടും, അതിൽ ഒരു സംശയവും. പിന്നെ നമ്മളിങ്ങനെ പോണ സമയത്ത് ലെതർ ബാഗൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പും കൂടി കണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെമ്പിളുള്ള ഏരിയ കാണാം. ആക്ച്വലി ആ ടെമ്പിൾ ഇപ്പോൾ ക്ലോസ് ചെയ്തു, അത് മറ്റെവിടേക്കോ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെമ്പിൾ ക്ലോസ് ചെയ്താലും അതിൻ്റെ പൂജാ സാധനങ്ങളും മറ്റും വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നല്ല നല്ല ഭംഗിയുള്ള കൃഷ്ണൻ്റെയും സരസ്വതിയുടെ രൂപങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഈ വക ഐറ്റംസ് ഒക്കെ വാങ്ങാം. കൃഷ്ണൻ്റെ സരസ്വതിയുടെ മാത്രമല്ല കേട്ടോ, മറ്റുള്ള സ്റ്റാച്ചുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഷോപ്പുകൾ ഐറ്റംസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നൊസ്റ്റാൾജി തരുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ കണ്ടു. കുപ്പിവളകളും അതേപോലെ കുന്നിക്കുരൊക്കെ കണ്ട കാലം തന്നെ മറന്നുപോയി. പിന്നെ ഇവിടെയുള്ള ഫ്ലവർ ഷോപ്പുകളൊക്കെ മെയിനായിട്ട് പൂജയ്ക്ക് ആവശ്യത്തിനായിട്ടുള്ള പൂവുകളാണ് മെയിനായിട്ടുള്ളത്, എസ്പെഷ്യലി മുല്ലപ്പൂവൊക്കെ. പിന്നെ ഇവിടെ കൃഷ്ണ തുളസി വരെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ വീടുകളിൽ തുളസിദാരൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തുളസിയൊക്കെ മേടിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയൊക്കെയുള്ള ഗ്രാൻഡ് സൂക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ടുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.